ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 46 അധ്യായം അതിൻ്റെ 10 വേദഭാഗം. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും. ഞാൻ എൻ്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. നമുക്ക് നമ്മുടെ ഇന്നലകളെക്കുറിച്ച് അറിയുവാൻ കഴിയും. നമ്മുടെ ഇന്നുകളെ നമുക്ക് അറിയുവാൻ കഴിയുന്നു. എന്നാൽ നാളെയെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുവാൻ നമുക്കാർക്കും കഴിയാറില്ല. ചില അനുമാനങ്ങളൊക്കെ പറയാം നാളത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളത്. എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നാളുകളെ നിർവചിക്കുവാൻ നമുക്ക് മാനുഷിക നിലയിൽ പലപ്പോഴും കഴിയാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്ന ദൈവം, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് പ്രസ്താവിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അതായത് നാം ആരംഭിച്ചത് ദൈവത്താലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകളെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി തരുവാൻ, ആരംഭത്തിൽ തന്നെ അവസാനം എന്താണെന്ന് പറയുവാൻ, പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളത് പ്രസ്താവിക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് തിരുവചനം ശക്തമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അവൻ്റെ ആലോചനയാണ് നിവൃത്തിയാകുന്നത്. അവൻ്റെ താല്പര്യങ്ങളാണ് അവൻ അനുഷ്ഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളിൽ, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ നമ്മൾ പൂർണ്ണമായി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയുന്നുവെങ്കിൽ അങ്ങനെയുള്ളവർ നാളെയെക്കുറിച്ച് ഒരിക്കലും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. അവരുടെ ഭാവിയെക്കുറിച്ച് അവരാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിശ്ചയമായിട്ടും ദൈവം അവരുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായിട്ടുള്ള വഴികളെ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുമെന്നുള്ള ദൈവിക ചിന്തയാണ് തിരുവചനം ഇന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിങ്ങളെ നടത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, നിങ്ങൾക്ക് നല്ലൊരു ഭാവി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ബ്ലസ്.